എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു കഥയായാലോ? ഒരുപാട് ചിന്തിപ്പിക്കുകയും ഒരുപാട് നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണിത്. ചെറുതായിട്ട് പറയുന്ന ഒരു കഥയാണെങ്കിൽ പോലും ഇതിലൊരുപാട് എന്തുണ്ട്, ചിന്തിക്കാനുണ്ട്. അപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലൊരു ഭരണാധികാരി ആയിരുന്നു. തൻ്റെ പ്രജകൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ചാരന്മാരുണ്ടല്ലോ, അവര് മുഖാന്തരം രാജാവ് തൻ്റെ പ്രജകളുടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ചാരൻ വന്ന് പറഞ്ഞു, രാജാവേ, പ്രജകൾക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. ജീവിതത്തിൽ കരുതി വെക്കാനുള്ള ശീലവും അവർക്ക് കുറവാണ്. അങ്ങ് എന്തെങ്കിലും എന്ത് ചെയ്യണം, വേഗം തന്നെ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രജകള് ഒരു ഉത്തരവാദിത്വമില്ലാത്തവരായിട്ട് മാറുമെന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് എന്ത് ചെയ്തു? ഒരുപാട് ചിന്തിച്ച് പിറ്റേ ദിവസം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. കൊട്ടാരത്തില് ഒരു മത്സരം നടക്കുന്നുണ്ട്, എല്ലാവരും എന്ത് ചെയ്യുക, പങ്കെടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മത്സര വിവരങ്ങളെല്ലാം കൊട്ടാരത്തിൽ വന്നതിന് ശേഷം അറിയിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? കൊട്ടാരത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ രാജാവ് തന്റെ മത്സരം എന്താണെന്ന് അറിയിച്ചു. മത്സരം ഇങ്ങനെയായി: ആദ്യം 3 പേർക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് അതിലെ വിജയികളെ തീരുമാനിച്ചതിന് ശേഷം അടുത്ത മത്സരം വീണ്ടും നടത്തുന്നതാണ്. മത്സരം ഇങ്ങനെയാണ്: 3 ചാക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 3 പേരെ മുന്നോട്ട് വരാൻ പറഞ്ഞു. 3 പേരും മുന്നോട്ട് വന്നു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഈ ചാക്കില് 2 മണിക്കൂർ സമയം തരും. എന്നിട്ട് രാജാവിന്റെ ഉദ്യാനം ചൂണ്ടിക്കാണിച്ച് രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ചാക്കില് 2 മണിക്കൂർ കൊണ്ട് എന്ത് വേണോ നിറയ്ക്കാം. പച്ചക്കറികളാകട്ടെ, പഴങ്ങളാകട്ടെ, എന്ത് വേണോ നിറയ്ക്കാം. ആരും എന്ത് ചെയ്യില്ല, ഈ ചാക്ക് തുറന്ന് പരിശോധിക്കില്ല. വേഗം നിറച്ചു കൊണ്ടുവരുന്നവർക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം ലഭിക്കുമെന്ന് എന്ത് പറഞ്ഞു? രാജാവ് പറഞ്ഞു. 3 പേരും എന്ത് ചെയ്തു? ചാക്കും കൊണ്ട് ഉദ്യാനത്തിലേക്ക് ഓടി. ആദ്യത്തെ ആള് കൈ കിട്ടുന്ന എല്ലാം എന്ത് ചെയ്തു? കുത്തി നിറച്ചു ചാക്കില്. അഴുകിയ പഴങ്ങളും എന്താ പറയുക, ഇലകളും കായ്കളും കണ്ണി കാണുന്നത് എല്ലാം എന്ത് ചെയ്തു? കുത്തി നിറച്ചു. അവൻ അതിന്റെ ക്വാളിറ്റി ഒന്നും ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തില്ല, ആ ചാക്കിലോട്ട് നിറച്ചില്ല. രണ്ടാമൻ എന്ത് ചെയ്തു എന്നറിയോ? രണ്ടാമനും ഇതേപോലെ പകുതി അഴുകിയ പഴങ്ങളും അതുപോലെ തന്നെ ഒരുവിധം കേടായ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ആ ചാക്കില് കുത്തി നിറച്ചു. എന്നാൽ മൂന്നാമത്തവനോ? അദ്ദേഹം ചിന്തിച്ചത് എങ്ങനെയാണ്, ഞാൻ എന്തായാലും ഈ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, അതില് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ. രാജാവ് തുറന്നു നോക്കില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കള്ളത്തനം കാണിച്ച് ഒരു പ്രതിഫലം പറ്റാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടെ മൂന്നാമൻ നല്ല നല്ല പഴങ്ങൾ നോക്കി വേഗം എന്ത് ചെയ്തു? ചാക്കിൽ നിറച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ആദ്യത്തെ ചാക്ക് വേഗം തന്നെ എന്ത് ചെയ്തു? നിറച്ചു. 1 മണിക്കൂർ കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ചാക്കുമായിട്ട് രാജാവിന്റെ അടുത്ത് വന്നു, താൻ വിജയിച്ചു എന്ന ഭാവത്തോടെ. രാജാവ് ഒന്ന് മന്ദഹസിച്ചു. രണ്ടാമൻ എന്ത് ചെയ്തു? കുറച്ചു സമയം കൂടെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ചാക്കുമായിട്ട് വന്നത്. അത് കഴിഞ്ഞു മൂന്നാമന്റെ ഊഴമായിരുന്നു. അദ്ദേഹം 2 മണിക്കൂർ സമയം എടുത്തു ചാക്ക്, എന്നാലും പൂർണ്ണമായിട്ട് എന്ത് ചെയ്തില്ല? ചാക്ക് നിറഞ്ഞില്ല. അതും അദ്ദേഹം ആ ചാക്കും കൊണ്ട് എന്ത് ചെയ്തു? തിരിച്ച് രാജാവിന്റെ അടുത്ത് വന്നു. രാജാവ് 3 പേരെയും മാറി മാറി നോക്കി. ശരി, 3 പേര് എന്ത് ചെയ്തു? 2 മണിക്കൂർ കൊണ്ട് ചാക്ക് ഒരുവിധം നിറച്ചിട്ടുണ്ട്. ആദ്യത്തെ ആള് പൂർണ്ണമായിട്ട് നിറച്ചു, രണ്ടാമത്തെ ആളും പൂർണ്ണമായിട്ട് നിറച്ചു, മൂന്നാമത്തെ ആള് ഇച്ചിരി കുറവായിരുന്നു, എന്നാലും നിറച്ചിട്ടുണ്ട്. രാജാവ് ഒന്നും മിണ്ടാതെ 3 പേരെയും ചാക്കുമെടുത്ത് എന്ത് ചെയ്തു? തന്റെ കൂടെ വരാൻ കൽപ്പിച്ചു. 3 പേരെയും 3 മുറികളിൽ അടച്ചു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ മത്സരം ഇതുവരെയ്ക്കും തീർന്നിട്ടില്ല. എന്താണ്? നിങ്ങൾ എന്താണോ ശേഖരിച്ചത് അതാണ് നിങ്ങളുടെ ഒരാഴ്ചത്തെ ഭക്ഷണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മാനം ലഭിക്കുന്നതാണ്. അതിൽ കൂടുതലും ഞാൻ തരുന്നതാണെന്ന് രാജാവ് പറഞ്ഞു. ആദ്യത്തെ ആള് വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം ഒരു ദിവസത്തെ ഭക്ഷണം പോലും നേരെ എടുക്കാത്ത ആ വ്യക്തി
ഒരാഴ്ച കൊണ്ട് എന്താണ് ഈ ചാക്കിന്ന് കഴിക്കേണ്ടതെന്ന് അത്ഭുതപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യും എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആദ്യത്തെ ദിവസം തള്ളി കഴിച്ചു വിട്ടു. രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഒരുവിധം അഴുകിയ പഴങ്ങളല്ലേ നിറച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിഷമത്തോടെ ആണെങ്കിലും അഴുകാത്ത ഭാഗങ്ങൾ നോക്കി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 ദിവസം എന്ത് ചെയ്തു? അദ്ദേഹം തള്ളി നീക്കി. മൂന്നാമത്തെ വ്യക്തിയോ തന്റെ ദൗത്യം സത്യസന്ധമായി ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. കാരണം അദ്ദേഹം ശേഖരിച്ചതെല്ലാം നല്ല പഴങ്ങളും പച്ചക്കറികളും ആയിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച അദ്ദേഹം എന്ത് ചെയ്തു? സുഭിക്ഷമായിട്ട് ആ ചാക്കിലുണ്ടായിരുന്ന നല്ല പഴങ്ങളും പച്ചക്കറികളും കഴിച്ചു. ഒന്നാമത്തെ ആളുടെ കാര്യം വളരെ കഷ്ടമായിരുന്നു. കാരണം ഒന്നും നോക്കാതെ എന്താണ് കയ്യിൽ കിട്ടുന്നതോ അതെല്ലാം എന്ത് ചെയ്തു? ചാക്കിൽ നിറച്ചു. അതിൽ ഭക്ഷണയോഗ്യമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പോലും എന്ത് ചെയ്തില്ല? അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അവിടെ കിടന്ന അഴുകിയതും ഇലയും കായും പൂവും എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം ശേഖരിച്ചതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുവിധം പിടിച്ചിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് രാജാവ് എന്ത് ചെയ്തു? വാതിൽ തുറക്കാൻ കൽപ്പിച്ചു. ഒന്നാമത്തവന്റെ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. കാരണം അദ്ദേഹം പ്രാണനുണ്ടെങ്കിലും വളരെ ബോധരഹിതനായിരുന്നു കിടന്നിരുന്നത്. രണ്ടാമത്തെ ആള് ഒരുവിധം ബോധരഹിതനൊന്നും ആയില്ലെങ്കിലും അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. മൂന്നാമത്തെ ആളാണെങ്കിലോ വളരെ ആക്റ്റീവായിട്ട് സന്തോഷത്തോടെ എന്ത് ചെയ്തു? റൂമിന് പുറത്തു വന്നു. രാജാവ് 3 പേർക്ക് എന്ത് ചെയ്തു? വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, ഞാൻ എല്ലാ പ്രജകളോടുമായിട്ടാണ് ഒരു കാര്യം പറയുന്നത്. അതായത് എല്ലാ പ്രജകളെയും വിളിച്ചു വരുത്തി അദ്ദേഹം ഈ ഒരു കാര്യം അരുൾ ചെയ്തു. ഞാൻ 3 പേർക്ക് എന്ത് ചെയ്തു? അവസരം കൊടുത്തു ചാക്ക് നിറയ്ക്കാൻ, അല്ലെ? 3 പേരും 3 രീതിയിലാണ് ആ ചാക്കുകൾ നിറച്ചത്. 3 പേരുടെയും ചിന്താഗതിയാണിത്. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മത്സരം നടത്തിയത്. നമ്മുടെ ജീവിതത്തില് നമ്മൾ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മുടെ പ്രവൃത്തികള് ഒരു അച്ചടക്കമില്ലാതെ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാല് ആദ്യത്തെ വ്യക്തിയുടെ ഗതിയായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. കാട്ടിക്കൂട്ടി ചെയ്തു കഴിഞ്ഞാല് രണ്ടാമത്തെ വ്യക്തിയുടെ ഗതിയായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. എന്നാല് വളരെ കാര്യക്ഷമമായി പക്വതാപരമായിട്ട് സത്യസന്ധമായിട്ട് കർമ്മം ചെയ്യുന്നവനോ മൂന്നാമത്തെ ആളുടെ അവസ്ഥയായിരിക്കും. സന്തുഷ്ടനായിരിക്കും അദ്ദേഹം എപ്പോഴും എന്ന് രാജാവ് പറഞ്ഞു. എല്ലാ പ്രജകൾക്കും ആ ഒരു അർത്ഥം, അദ്ദേഹം പറഞ്ഞതിന്റെ വ്യാപ്തിയും അർത്ഥവും എല്ലാം മനസ്സിലായി. പ്രജകൾ പിന്നെ ചിന്തിച്ചു തുടങ്ങി രാജാവിന്റെ ഈ ഒരു മത്സരത്തിനെ കുറിച്ച്, അതായത് രാജാവ് പറഞ്ഞ ആശയത്തെക്കുറിച്ച്. എന്നാലും രാജാവ് എന്ത് ചെയ്തു? 3 പേർക്കും കൈനിറച്ച് സമ്മാനങ്ങൾ നൽകി വിട്ടു. മൂന്നാമത്തെ ആളുടെ സത്യസന്ധതയെ അദ്ദേഹം ഒരുപാട് പ്രശംസിച്ചു. അദ്ദേഹത്തിന് കൂടുതൽ എന്താ പറയാ സ്വർണ്ണ നാണയങ്ങൾ നൽകി. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രജകൾ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരെന്ത് ചെയ്തു? നാളത്തേക്ക് വേണ്ടിയിട്ട് കരുതാൻ തുടങ്ങി. അത് മാത്രമല്ല, ചെയ്യുന്ന പ്രവൃത്തികളിൽ സത്യസന്ധത പുലർത്താനും തുടങ്ങി. നല്ലൊരു ആശയമാണല്ലേ? ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ സത്യസന്ധതയില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? ഈ ഒരു ഒന്നാമത്തെ വ്യക്തിയെ പോലെയും രണ്ടാമത്തെ വ്യക്തിയെ പോലെയും എല്ലാം ആയിത്തീരും. നമ്മളുടെ ജീവിതത്തില് നമ്മൾ ആകെ ലാസ്റ്റ് കൊണ്ടുപോകുന്നത് ആ ചാക്കിലുള്ള വസ്തുക്കളെ പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മാത്രമാണ്, അല്ലെ? അവിടെ വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുപോകുന്നില്ല. അതിൽ അഴുകിയത് വേണോ അല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. ശുദ്ധമായ കാര്യങ്ങൾ വേണോ അശുദ്ധമായ കാര്യങ്ങളാണോ നമ്മുടെ ചാക്കില് കരുതേണ്ടത്, നമ്മുടെ കൂടെ കരുതേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ എല്ലാവരും ഓർത്തു വെച്ചുകൊള്ളുക. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് കൂട്ടാതിരിക്കുക ആരും, നമ്മൾ ആരും തന്നെ. എല്ലാവരും നന്മയുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? ജീവിതത്തിൽ ശേഖരിക്കുക, അതായത് സൂക്ഷിക്കുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ വിനാശമാകും. വിനാശകാലേ വിപരീത ബുദ്ധി. എല്ലാവർക്കും നന്മകൾ ചെയ്യാനും നന്മകൾ കാത്തു സൂക്ഷിക്കാനും ഭഗവാന്റെ ജഗത് പിതാവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
സർവം ശ്രീ ശങ്കരനാരായണ അർപ്പണമസ്തു. ഹരേ കൃഷ്ണ.